ചായ അടിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ജിമ്മായിക്കുണ്ടോ ഷിയാസ്ക? കൊച്ചായ കൊണ്ടായിരിക്കും. എങ്ങനെയുണ്ട്? പേരിട്ടോ? പേരൊക്കെ ഞാൻ ഓടി എന്നാലും പറയാം. റിവീൽ ചെയ്യാം. അതൊരു ദിവസം കൊണ്ടുള്ള ഈ പേരിടുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതൊരു ദിവസം നമ്മൾ റിവീൽ ചെയ്യും. വൈഫ് ഒരു പേര് സെലക്ട് ചെയ്താൽ നമ്മൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 2 പേര് സെലക്ട് ചെയ്ത് വെച്ചാൽ അപ്പൊ ആൺകുട്ടിയായി, പെൺകുട്ടിയായില്ല, ഇപ്പൊ ആൺകുട്ടി. ഇനി അർത്ഥം നമുക്ക് പെൺകുട്ടിയാവും. ദൈവാനിക്കും പറിച്ച് തീരുമാനിക്കുന്നില്ല. ജൂനിയർ ഷിയാസ് ജൂനിയർ ഷിയാസാണ് ഇപ്പോൾ ഉള്ളത്. അതെ. എങ്ങനെയുണ്ട് ഇപ്പൊ ചെറുക്കന്? ഉഷാറല്ലേ? ഫുൾ ഇതല്ലേ, എന്താ പറയാ, ഉറക്കം കിട്ടുന്നുണ്ടോ? അപ്പൊ ഉറക്കത്തിന് വിഷയമൊന്നുമില്ല. പുള്ളി ഓക്കെയാണ്. പുള്ളി എനിക്കും പുള്ളി പാലുടിക്കി കിടക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഇത് വേറെ ലൈഫാണ് ബ്രോ. നമ്മൾ എന്താ പറയുക, നമുക്കൊരു സന്താനം വന്നു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറൊരു പുതിയൊരു ജീവിതം തുടങ്ങാണെന്ന് പറയുന്നത്. ഒരു ഫാദറായി. അതെ, ഭയങ്കര അടിപൊളിയാണ് ലൈഫ്. സൂപ്പറായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പലരും നെഗറ്റീവും പറയുന്നുണ്ട്. എന്തൊരു കണ്ടിരുന്നു? ഞാൻ കുറെ കണ്ടിരുന്നു ബ്രോ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് നമ്മുടെ നിലപാടിൽ നിന്ന് ഒരടി മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ 4 കമന്റ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു കുലുക്കം സംഭവിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ ഞാൻ എവിടെയും പോയി പൊട്ടിച്ച വെടികളുടെ കണക്കെടുത്ത് വന്നാൽ പോലും എനിക്ക് വിഷയമല്ല. ആണുങ്ങളാണ് അത് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കങ്ങനത്തെ ഒരു ഭയമുള്ള ശേഷം പിന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റാണ്. ഞാൻ ഇപ്പോൾ പ്രസൻറ്റിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ നോക്കുന്ന ആളാണ്. എനിക്ക് ആരും പേടിയില്ല. എനിക്ക് ദൈവത്തിന് എന്നെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ പിന്നെ ഞാൻ ആരെയും ഒരു മതത്തെയോ ഒരു ഇതെന്ന് പറയാം പാർട്ടി ഏത് പാർട്ടിക്ക് നമുക്ക് വിമർശിക്കാം. എനിക്ക് വേണമെങ്കിൽ BJP വിമർശിക്കാം, UDF വിമർശിക്കാം, LDF വിമർശിക്കാം. ഞാനൊരു പാർട്ടി അവരുടെ നിലപാടുകൾ അവർ ഈ ഭക്ഷണത്തെ ഒരു മനുഷ്യൻ്റെ ഭക്ഷണത്തെ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം വന്നപ്പോഴാണ് ഞാനതിൽ എതിർത്തത്. വേറൊന്നുമല്ല. അതായത് ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ പ്രോഗ്രാമിനിടയിൽ അനിമോളോട് ബീഫ് അനിമോൾക്ക് എനിക്കില്ലാത്ത പ്രശ്നം ഇവിടെയുള്ള സംഖ്യകൾക്ക് എന്താണുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് ഒരടി മാറ്റമില്ല. ബീഫ് എന്ന പ്രശ്നം, ബീഫ് എന്നത് ശുദ്ധമായ പശു ഇറച്ചി അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ശുദ്ധമായ പോത്തിറച്ചി. ഞാനൊരിക്കലും ശുദ്ധമായ പശു ഇറച്ചി എന്നല്ല പറഞ്ഞത്. ബീഫ് എന്ന് പറഞ്ഞ ബഫല്ലോ, ശുദ്ധമായ പോത്തിറച്ചി ഉള്ളിയിട്ട് കഴിക്കാം. അതിലൊരു കുഴപ്പമില്ല. അതിവിടെയുള്ള BJPയിലുള്ള വലിയ പ്രവർത്തകർ കഴിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ BJPയിലുണ്ട്. അവർക്കില്ലല്ലോ പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ പറയട്ടെ, BJPയിലുള്ള ഉയർന്ന ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. അവരൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ അനിമോളോട് ഞാൻ ചോദിച്ചത് കോമിക്കായിട്ടുള്ള കാര്യമാണ്. അനിമോൾക്കില്ലാത്ത പ്രശ്നം ഇവിടെയുള്ള വേറൊരാളുകൾക്ക് എന്താ പ്രശ്നം? നമുക്ക് സ്വാതന്ത്ര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊരു രീതിയാണ്. അല്ല, സ്വാതന്ത്ര്യമല്ല ബ്രോ. ഒരാളുടെ ഭക്ഷണത്തിൻ്റെ അവകാശം ഒരു പാർട്ടിക്കും ഇതില്ല. ഞാനെന്ത് ഭക്ഷണം കഴിക്കണം? ഞാൻ പന്നി കഴിക്കണോ? ഞാൻ ബീഫ് കഴിക്കണോ? ഞാൻ ഡക്ക് കഴിക്കണോ? ഞാൻ ചിക്കൻ കഴിക്കണോ എന്നൊക്കെ എൻ്റെ തീരുമാനമാണ്. ഞാൻ ആരുടെ പന്നി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഡക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഹിന്ദു മതത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യൻ മതത്തിൽ തള്ളി പറഞ്ഞില്ല, മുസ്ലിം മതത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു പാർട്ടിയെ തന്നെ പറഞ്ഞത്. പാർട്ടിയെ പറയാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടോ? ആർക്കും വിമർശിക്കാൻ പാടില്ല. ഒരു പാർട്ടിയെ വിമർശിക്കാം. ഇവിടെ ദൈവത്തിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടോ? ഈ നാട്ടിൽ ദൈവത്തിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ തീരുമാനമല്ല ഞാൻ ആരെ വിമർശിക്കണം. എനിക്ക് യാതൊരു പേടിയില്ല. പിന്നെ എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോയിൽ 4 കമൻ്റ് അടിച്ചാൽ ഞാൻ പേടിക്കും. എനിക്കൊരു കുലുക്കമല്ല. പോലീസുകാരൻ അടിക്കുമ്പോൾ ഞാൻ നടന്ന ഒരാളാണ് ചെയ്യാത്ത കുറ്റത്തിന്. അപ്പോൾ എനിക്കൊരു പേടിയില്ല. എൻ്റെ നിലപാടിൽ ശരിയാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്ന കാലം വരെ എനിക്ക് ആരും പേടിയില്ല. അതിനിപ്പോൾ ഇനിയിപ്പോൾ എത്ര വലിയ സൈബർ ബുള്ളിങ് ഉണ്ടായാലും, അതിനിപ്പോൾ എന്നെ പിടിച്ച് എനിക്ക് കൊല്ലൂന്നൊക്കെ ഉള്ള വധഭീഷണി കോളുകൾ എൻ്റെ അനിയനെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. എനിക്കതിന് വിശ്വാസമില്ല. ഈ കോള് ഞാൻ എപ്പോഴും പറയുന്നു, ഈ കുരയ്ക്കണ പട്ടി കടിക്കില്ല എന്ന് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ്. അനുമോളോട് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് എന്നാണ് അനുമോള് പോലും പറഞ്ഞത്. ഞാൻ അവളെ സൗകര്യം അവർക്കും എനിക്കില്ലാത്ത പ്രശ്നം വാങ്ങിക്കാൻ ആർക്കാണെന്ന് കേൾക്കുന്ന ആൾക്കാർക്കാണ്. ഞാനിപ്പോഴും പറഞ്ഞു, ഞാനൊരു മതത്തെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെ ഭക്ഷണം തള്ളിപ്പറഞ്ഞാൽ അതിനെതിർത്ത് ഞാൻ സംസാരിച്ചു. അതെനിക്ക് എതിർക്കാനുള്ള അവകാശമില്ല. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഒരു പാർട്ടിയെ എതിർക്കാം,
അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് എതിർക്കുക. അതിനിപ്പോൾ എന്ത് വിഷയമുണ്ടോ? അതിലൊരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആരിലും ഞാൻ ഒരു ഹിന്ദു മതത്തെ ഒരിക്കലും തലവല്ല. ഹിന്ദു മതത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരത്താണ്. അതുപോലെ എല്ലാവർക്കും അറിയാം, രാഹുൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ചാർലി എൻ്റെ സുഹൃത്താണ്, ജിക്കു എൻ്റെ സുഹൃത്താണ്. ഇവരൊക്കെ ഹിന്ദു ക്രിസ്ത്യനിലുള്ള ആളുകളാണ്. പിന്നെ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഒരു പാർട്ടിയെ എനിക്ക് വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല. ആർക്കും ആരെയും വിമർശിക്കാം. ദൈവത്തിനെ വിമർശിക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. പിന്നെ ഞാൻ അല്ല, ഏറ്റവും കൂടുതൽ ബീഫ് കിടക്കുന്നത് പെട്ടതാണ് ഇന്ത്യയും. അതെ, BJP ഭരിക്കുന്ന ഒരു ഇന്ത്യയാണല്ലോ. അതെ. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് നാട്ടിൽ കഴിയാൻ കിട്ടില്ല. നല്ല ബീഫൊക്കെ പുറത്തേക്ക് കൊടുക്കുകയാണ് അവർ. നാട്ടിൽ പണ്ട് 10-15 കൊല്ലം മുമ്പ് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഒരു 20 കൊല്ലമൊക്കെ മുമ്പ് സ്കൂളിൽ പോകുമ്പോൾ ഞായറാഴ്ച 1 കിലോ ബീഫ് വാങ്ങിച്ച് 1 കിലോ കിഴങ്ങിട്ട് കറി വെച്ചിട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അത് ചിന്തിച്ചാൽ മതി. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്ക് അഖിൽമാരാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ താമര വിരിയോ അഖിൽമാര വിജയിക്കും. അപ്പോഴത്തേക്ക് ഷിയാസിക്ക പറഞ്ഞ ഒരു സാധനം താമരല്ല, ചക്ക അല്ല, അത് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അതിനിടയിൽ ഒരുപാട് കമന്റുകൾ ഷിയാസിക്കക്ക് തെറി രൂപയാണ്. ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലം അഖിൽമാരാണ്. അയാള് ബേസിക്കലി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഇന്റർവ്യൂവിന്റെ അത് പറയുന്നുണ്ട്, പണ്ടത്തുള്ള ഗർഭം ധരിക്കുന്ന സ്ത്രീകളും ഭയങ്കര ട്രോള് വരുന്നത്. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം. ഞാൻ ഡെലിവറി, എൻ്റെ വൈഫ് ഡെലിവറി ചെയ്യുന്ന റൂമിൽ ഞാൻ കയറിയ ആളാണ്. ഓപ്പറേഷൻ ചെയ്യുന്ന എൻ്റെ വൈഫ് നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറി ചെയ്ത റൂമിൽ ഞാൻ കയറിയ ആളാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ അമ്മമാരെയും ചെറിയ ഒരു കുട്ടികളുണ്ടായ എല്ലാ അമ്മമാരോടും എനിക്ക് ഒട്ടക്കത്തെ റെസ്പെക്റ്റാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി പ്രഗ്നൻ്റായിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളോടും എല്ലാ സ്ത്രീകളോടും എനിക്ക് റെസ്പെക്റ്റുള്ള ആളാണ്. കാരണം ഞാൻ കണ്ണുകൾ കണ്ടാണ് അതിൻ്റെ വേദനയും. ചോര കുഞ്ഞിനെ എൻ്റെ ഭാര്യ വെച്ച് എനിക്കാണ്. ഞാനത് എൻ്റെ വൈഫിനോട് എനിക്ക് അതിഭീകര റെസ്പെക്റ്റ് ഉണ്ട്. സത്യമായിട്ടും അത് എല്ലാ സ്ത്രീകളോടും ഇരിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഓൾ ദ മോംസ് ആർ സൂപ്പർ ഹീറോസ് എന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, മരണത്തെക്കാൾ വേദനയാണ് പ്രസവ വേദന എന്ന് മനസ്സിലാക്കിയ ഒരാൾ. ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ വൈഫിൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ ഇപ്പോൾ ഞാനും ഈ കൊണ ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ അത് പ്രസവിക്കുന്ന സ്ത്രീകളെ നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മതത്തെയും നിന്ദിക്കുന്നില്ല, അതും ഒരു വ്യക്തിയും നിന്ദിക്കുന്നില്ല. അത് അവരോട് ഇത് കാര്യമാണ്. കൈമാറാതെ ഞാൻ നിന്ദിക്കുന്നില്ല. അയാൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ അയാളിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത്. അയാളെ നാട്ടുകാർ മൊത്തം അടിക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഒരു മൊബൈലുള്ള ഒരു പെൺകുട്ടി മുതൽ ആൺകുട്ടികൾ വരെയും അയാളെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് പറയാനാണ്? സത്യം അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റീച്ചുമാണ്. അതുകൊണ്ട് ഞാൻ അയാളെ പറഞ്ഞു എനിക്ക് റീച്ച് വേണ്ട. സത്യമാണ്. അല്ല, അത് ബിഗ് ബോസിൽ ജയിപ്പിച്ച ആൾക്കാർ BJPയിൽ ജയിപ്പിച്ചോളൂ. അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയി നമ്മുടെ രേണു സുധീറിന്റെ വൈഫും ഈ ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര സംസാരങ്ങൾ വരുന്നുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ, അപ്പൊ ഷിയാസ്ക്കാണ് ദുബായിലും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഇപ്പൊ പോയി വരുമ്പം നമുക്ക് ഇതുപോലെ അവര് പറയുന്ന പോലെ തന്നെ ഈ സ്വർണം കടത്തിനുള്ള സാധ്യത ഉണ്ട്. നാട്ടിലെ സ്വർണത്തിന്റെ പേര് അവിടെ സ്വർണത്തിന്റെ ഏകദേശം തുല്യമായിട്ട് നിൽക്കണം. ഈ കടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്? ഞാൻ ആലോചിക്കും. സ്വർണം എന്ന് സ്വർണം ആ 5000 രൂപ വ്യത്യാസം കൊണ്ടുള്ളൂ. ദുബായിൽ ഇവിടുത്തെ സ്വർണ്ണ വില 5000-10,000 മാക്സിമം. ഈ കിലോ കണക്കിന് കടത്തണം. ഒരു വ്യക്തിക്ക് കിലോ കണക്ക് കടക്കാൻ പറ്റില്ല, പിടിക്കപ്പെടും. ആളുകൾ ശുദ്ധമായ മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. രേണു എന്ന് പറഞ്ഞ പുള്ളിക്കാരി അല്ലെങ്കിൽ ആ സ്ത്രീ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ സഹപ്രവർത്തനായിരുന്നു. ആ സ്ത്രീ എൻ്റെ ലൈഫിൽ ഞാൻ ആകെ 3 വട്ടം കണ്ടിട്ടുള്ളൂ. ഒരു വടക്ക് ആലിക്കോട് ഒരു ഇവൻറ്റിലും ഈ കഴിഞ്ഞ ദിവസം ഭാര്യ മെഡിക്കൽ ടെസ്റ്റിൽ ഹോസ്പിറ്റലിലെ സമയത്ത് അവിടെ വന്നപ്പോഴും പിന്നെ മരണം പിന്നെ അന്ന്. അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയെ അറിയാതെ ജഡ്ജ് ചെയ്യാറില്ല. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആൾ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ സ്ത്രീ വീട്ടിൽ കയറി വിധവയായിട്ട് ഇരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് ഭക്ഷണം നൽകാനും അമ്മമാർ ജോലിക്ക് പോകും. ഞാൻ എപ്പോഴും പറയുന്നു, ഓൾ ദ മോംസ് ആർ സൂപ്പർ ഹീറോസ് എന്നാണ്. ഈ പറഞ്ഞ രേണു ചേച്ചി അല്ലെങ്കിൽ രേണു സുധി ഒരു അമ്മയാണ്. രേണു ചേട്ടനിൽ നിന്നൊരു മകനുണ്ട് അവർക്ക്. അവരൊരു അമ്മയാണ്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നു, നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കാൻ നോക്കി കേട്ടോ ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്കതാ പറയാനുള്ളൂ. അവരോട് എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. അവരോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടോ? ഓക്കെ. പിന്നെ അനിമോളായിരുന്നു ഫസ്റ്റ് വന്നായിരുന്നു ഈ കുട്ടീനെ കാണാനായിട്ട്. പുറത്തുനിന്ന് ഒരാൾ അനുമോൾ, എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിൽ വന്ന അനുമോളാണ്. കാര്യം
അപ്പോൾ ഞാൻ അനുമോളും തമ്മിൽ പ്രശ്നമില്ല. ഇവിടെയുള്ള ആളുകൾക്ക് എന്താ പ്രശ്നം? ഞാൻ അവളോട് തമാശ ചോദിക്കും, അത് മീഡിയയിലൊന്നും എൻ്റെ ഉറപ്പാണോ? നിങ്ങളിപ്പോൾ എടുത്തിട്ട് എൻ്റെ ഉറപ്പാണോ? പിന്നെ ഇവിടെയുള്ള 90% സോഴ്സ് സർക്കിൾ പറയുന്നൊരു കാര്യമാണ്, പോത്തിറച്ചി കഴിച്ചിട്ട് നീ എന്താടാ BJP ചോദിച്ചോ, തമാശക്ക് ചോദിക്കുന്ന ചോദ്യം. അതൊക്കെ അത് പറയാൻ കാരണം എന്താ? ഇവരെന്തെങ്കിലും കാരണം? ഇവരവിടെ കിടന്ന ആളുകളെ തല്ലുകയല്ലേ പോസ്റ്റ് ഉണ്ടാക്കണേനും. ഇവിടെ എന്തൊക്കെ പ്രശ്നം നടക്കണമെന്ന് ഈ കൊച്ചിക്കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ആശ്രയി ചോദിച്ചത്. അല്ലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൂടി വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ച് ഈ വർഷം അല്ലേ, ഇതിന്റെ മുന്നത്തെ ടൈമിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ കാര്യം എന്നെ വന്ന് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ ഹിന്ദു സമുദായത്തിലുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടന്മാരും സ്ത്രീകളൊക്കെയാ. ഞാൻ ഹിന്ദു സമുദായത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഈ BJP ഹിന്ദുക്കളുടെ മാത്രം ഒരു പാർട്ടിയാണോ? എനിക്ക് അറിയില്ലായിരുന്നോ. നമ്മളങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ എതിർത്തിട്ടുള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒന്നാമത് വർഗീയത താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അത് എനിക്കിവിടെ ശരത്തിനും കൂടി രാവിലെ കൂടെ കൂട്ടുകാരനാണ്. എനിക്ക് താല്പര്യമില്ല. ഓക്കെ,